ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. കേരള നദവത്തുൽ മുജാഹിദീൻ സംഘടിപ്പിക്കുന്ന ചതുർമാസ ആദർശ ക്യാമ്പയിൻ ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്നുള്ള പരിപാടിയുടെ ഭാഗമായി കൊണ്ട് KMCD ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ഇസ്ലാഹി ബോധനം എന്നുള്ള പ്രോഗ്രാമിലാണ് നമ്മൾ ഷിയായിസത്തിൻ്റെ ഇസ്ലാമിക വിരുദ്ധത എന്നുള്ള വിഷയം നമ്മൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഷിയാക്കൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് അറബിയിൽ പറയുക ഷിയ എന്നാണ്. ഷിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കക്ഷി, പാർട്ടി എന്നൊക്കെയാണ്. ഷിയത്തു അലി, അലിയുടെ കക്ഷി. അലി എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാമാതാവ്, അതായത് നബിയുടെ മകളുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ്, അദ്ദേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്നുള്ള നിലക്ക് ഷിയാക്കൾ അറിയപ്പെടുകയാണ്. ഈ ഷിയാക്കൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലുള്ളത് നിരവധി ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ആ ഷിയാക്കളിലുള്ളത് അൽ ഇസ്ന അശരിയ എന്ന് പറയുന്ന വിഭാഗമാണ്. അവർ അൽ ഇമാമിയ എന്ന പേരിലും അറിയപ്പെടുന്നു. എന്ന് മാത്രമല്ല, റാഫിലിയാക്കൾ എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, റാഫില എന്ന പേരിലും അവരറിയപ്പെടുന്നു. വളരെയധികം തീവ്രമായിട്ടുള്ള നിലപാടുകൾ കൊണ്ട് റാഫിലിയാക്കൾ എന്ന് അവരെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ വേറെ പല വിഭാഗങ്ങൾ അതിനകത്തുണ്ട്. ഇസ്മായിലിയയുണ്ട്. ഇസ്മായിലിയ എന്ന് പറഞ്ഞാൽ അവരുടെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ഇമാമായിരുന്നു ഇമാം ജഅഫർ സാദിഖ്. ആ ജഅഫർ സാദിഖ് വിയോഗം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മൂസൽ കാലിം, അദ്ദേഹത്തിനാണ് ഇമാമിയത്ത് ഉള്ളത് എന്ന് പറയുകയുണ്ടായി. എന്നാൽ ചില ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പുത്രനായിട്ടുള്ള ഇസ്മായിൽ ഇബ്നു ജഅഫർ സാദിഖ്, അദ്ദേഹമാണ് ഇമാമിയത്തിന് അർഹൻ. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഇമാമാക്കണം എന്ന് ചില ആളുകൾ പറഞ്ഞു. ഇസ്മായിൽ ഇബ്നു ജഅഫർ സാദിഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആളുകളായിട്ട് ഇസ്മായിലിയ വിഭാഗമുണ്ടായി. അതുപോലെ സൈദിയ വിഭാഗം വേറെ ഉണ്ടായി. അങ്ങനെ നിരവധി ഗ്രൂപ്പുകളാണ്. പക്ഷേ ഈ റാഫിലിയാക്കൾ അഥവാ ഇസ്നാശരിയക്കാർ, ഇമാമിയക്കാർ, ഇവരൊക്കെ ശക്തിപ്പെട്ടത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യമൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്ത് ജൂതനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുല്ലാഹിബിന് സബ എന്നാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം നബിയുടെ കുടുംബത്തോട് അങ്ങേയറ്റത്തെ സ്നേഹവും ഇഷ്ടവുമൊക്കെ ഉണ്ടെന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. എന്ന് മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള ആ സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗശേഷം ഇസ്ലാമിക രാജ്യം ഭരിക്കേണ്ടത്, ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ അവകാശപ്പെട്ടവൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആകുന്നു. അങ്ങനെ നബിയുടെ വസിയ്യത്തുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിക്കുക മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള ആ സ്നേഹം, അദമ്യമായ സ്നേഹം, അതിരുവിട്ട സ്നേഹം എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ, അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വഖാല ലി അലിയൻ, അതായത് എൻ്റെ അൽ മൗസൂഅത്തുൽ മുയസ്സറ ഫിൽ അദിയാനി വൽ മദാഹിബി വൽ അഹ്സാബിൽ മുആസിറ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥം ദക്തൂർ മാനി ഇബ്നു ഹമ്മാദ് അൽ ജുഹനി എന്ന് പറയുന്ന പണ്ഡിതന്റെ ഗ്രന്ഥമാണ്. ഇതിൻ്റെ അൽ മുജല്ലദുൽ അവ്വൽ, ഒന്നാമത്തെ വാള്യം, അതിൻ്റെ 56-ാമത്തെ പേജിൽ പറയാൻ, വഖാല ലി അലിയിൻ, അലി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, അൻത നീ തന്നെയാണ്, നീ എന്ന് പറയണ്ടായി. എന്ന് പറഞ്ഞാൽ ഐ അൻതല്ലാഹ്, നീ തന്നെയാണ് അല്ലാഹു
എന്ന് അബ്ദുല്ലാഹിബിൻ സബ് അലി റളിയല്ലാഹുവിനോട് പറയേണ്ടായി. സഹോദരങ്ങളെ, അലി റളിയല്ലാഹു തആല അൻഹു ഈ വ്യക്തിയെ ശക്തമായിട്ട് എതിർക്കുകയും അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കാരണം നീ തന്നെയാണ് അള്ളാഹു എന്നുള്ള ആ ഉലൂഹിയത്ത്, അള്ളാഹുവിൻ്റെ ദറജയിലേക്ക് അലി റളിയല്ലാഹുവിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ലല്ലോ. അങ്ങനെ വധിക്കാൻ ഉദ്ദേശിച്ചുവെങ്കിലും ഈ ഗ്രന്ഥത്തിൽ പറയാണ്, ലാകിൻ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് നസഹഹു ബിഅല്ലാ യഫ്അൽ. മഹാനായിട്ടുള്ള അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അലി റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചു. എന്താ ഉപദേശിക്കുന്നത്? ബിഅല്ലാ യഫ്അൽ, അദ്ദേഹത്തെ വധിക്കേണ്ടതില്ല. അങ്ങനെ അവസാനം ഫനഫാഹു ഇലൽ മദായിൻ, മദായിനിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തുകയാണ് ചെയ്തത്. അപ്പോ അലി റളിയല്ലാഹു അൻഹുവിനോടും അതുപോലെ തന്നെ നബി കുടുംബത്തോടുമൊക്കെ അദമ്യമായ സ്നേഹം പ്രകടിപ്പിച്ച് ഇസ്ലാമികമായിട്ടുള്ള വിശ്വാസ സംഹിതകളെ ചവിട്ടി മതിച്ചുകൊണ്ടാണ് ഷിയാക്കളുടെ ആരംഭം എന്ന് മനസ്സിലാക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉലൂഹിയത്ത്, ഇലാഹ് എന്നുള്ള അവസ്ഥ അലി റളിയല്ലാഹു അൻഹുവിന് കൽപ്പിച്ചു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണല്ലോ. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ ഷിയായിസത്തിൻ്റെ ഇസ്ലാമിക വിരുദ്ധത എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2-3-4 കാര്യങ്ങളാണ് ഞാൻ ചെറുതായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഷിർക്കുമായി ബന്ധപ്പെട്ട്; 2, ഗൈബുമായി ബന്ധപ്പെട്ട്; അതുപോലെ ഖുർആനുമായി ബന്ധപ്പെട്ട്, സ്വഹാബികളെ സംബന്ധിച്ച് അവരുടെ നിലപാടുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, ഷിർക്കുമായി ബന്ധപ്പെട്ട് അവരുടെ ഷിയാ വിഭാഗത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ് ഉസൂലുൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലെ ഒരു ബാബ് കാണാം. എന്താ ബാബ്? ബാബുൻ അന്നൽ അർള കുല്ലുഹാ ലിൽ ഇമാം. ഭൂമി മുഴുവനായി തീർച്ചയായും ഇമാമിനുള്ളതാകുന്നു. അതുപോലെ മുഹമ്മദ് ബിൻ യഅ്കൂബ് അൽ കുലൈനി എന്ന് പറഞ്ഞിട്ടുള്ള ഷിയാ പണ്ഡിതന്റെ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേര് അൽ കാഫി ഫിൽ ഉസൂലി വൽ ഫുറൂ എന്നാണ്. ആ ഗ്രന്ഥത്തിൽ പറയുന്നു, അൻ അബി അബ്ദുല്ല അലൈഹിസ്സലാം. അവരുടെ ഇമാമിന്റെ പേരൊക്കെ പറയുമ്പോൾ അലൈഹിസ്സലാം എന്നാ പറയുക. അദ്ദേഹം പറയാണ്, ഖാല അമാ അലിംത അന്ന ദുനിയാ വൽ ആഖിറ ലിൽ ഇമാം. നീ അറിഞ്ഞില്ലേ, തീർച്ചയായും ദുനിയാവും ആഖിറത്തും ഇമാമിനുള്ളതാണ്. യലഉഹാ ഹൈസു യശാ. ഇമാം അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ അത് വെക്കുന്നു, അത് നൽകുന്നു. വയദ്ഫൗഹാ ഇലാ മൻ യശാ. ആ ഇമാം ഉദ്ദേശിക്കുമ്പോൾ അത് വെക്കുന്നു, ഇമാം ഉദ്ദേശിക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നവരിലേക്ക് നൽകുന്നു. ജായിസുൻ ലഹു ദാലിക മിനല്ലാഹ്. അത് അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ജായിസാണ്, ഒരു പ്രത്യേകമായിട്ടുള്ള അനുവാദമാണ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ദുനിയാവും ആഖിറത്തൊക്കെ ഇമാമിനാണ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ, ഖുർആന്റെ നെസ്സുകൾക്ക് കടക വിരുദ്ധമായ കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഖുർആനിൽ എന്താ വന്നിട്ടുള്ളത്? സൂറത്തുൽ ബഖറയിൽ 107-ാമത്തെ വചനം, അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്. നിനക്കറിയില്ലേ, തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ് ആകാശഭൂമികളുടെ ആധിപത്യം. സൂറത്തുൽ മാഇദ 18-ാമത്തെ വചനത്തിൽ പറയുന്നു, വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ വഇലൈഹിൽ മസീർ. അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. വമാ ബൈനഹുമാ, അവ രണ്ടിനും ഇടയിലുള്ളതും അള്ളാഹുവിൻ്റെ ആധിപത്യമാകുന്നു. വഇലൈഹിൽ മസീർ, അവനിലേക്കാണ് മടക്കം. അപ്പോൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ആധിപത്യം റബ്ബിനാണ്. ഷിയാക്കൾ പറയുന്നു അത് ഇമാമിനാണ്. ഇവിടെ ഭൂമി മാത്രമല്ല, ആഖിറത്ത്, ദുനിയാവും ആഖിറത്തൊക്കെ ഇമാമിനാണ് എന്നാണ് ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ വന്നത്, നമ്മൾ വായിച്ചത്. അമാ അലിംത അന്ന ദുനിയ വൽ ആഖിറ ലിൽ ഇമാം എന്നാണല്ലോ നമ്മൾ വായിച്ചിട്ടുള്ളത്, അൽ കാഫി ഫിൽ ഉസൂലി വൽ ഫുറൂ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ. എന്നാൽ വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? സൂറത്തുൻ നജ്മിലെ 25-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഫലില്ലാഹിൽ ആഖിറതു വൽ ഊലാ
അള്ളാഹുവിനുള്ളതാണ് ആഖിറത്തും, അതുപോലെ തന്നെ ദുനിയാവും. ആദ്യവും അന്ത്യവും ഒക്കെ അള്ളാഹുവിനുള്ളതാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഷിയാക്കൾ പറയുന്നു അതൊക്കെ ഇമാമിനുള്ളതാണ്. അപ്പോ ഷിയാക്കൾ എന്ന് പറയുന്നത് നുബൂവത്ത് അവസാനിച്ച് മുഹമ്മദ് നബിയോടുകൂടെ അതിനുശേഷം ഇമാമിയത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നു. 12 ഇമാമുമാരുടെ പിന്നെ ഇസ്മത്ത് അതും നമ്മൾ പറയുന്നുണ്ട്. ആ 12 ഇമാമുമാർക്ക് തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും സംഭവിക്കുകയില്ല, അവർക്ക് പാപങ്ങൾ ഉണ്ടാവുകയില്ല, പാപ സുരക്ഷിതരാൻ, അപ്രമാദിത്വമുള്ളവരാകുന്നു അവർ എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ള ഇമാമിനാകുന്നു ദുനിയാവും ആഖിറത്തും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, റിജാലുൽ കശ്ശി എന്ന് പറയുന്ന ഗ്രന്ഥം, ബിഹാറുൽ അൻവാർ, ബസായിറുദ് ദറജാത്ത് എന്നീ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യം എന്താ? അന വജ്ഹുല്ലാ. ഇമാം പറയാൻ, ഇമാമിനെ കുറിച്ച് പറയാൻ, ഞാനാണ് അള്ളാഹുവിന്റെ വജ്ഹ്. അന ജംബുല്ലാ വ അനൽ അവ്വലു വ അനൽ ആഖിറു വ അനൽ ലാഹിറു വ അനൽ ബാത്തിൻ. ഞാനാണ് അള്ളാഹുവിന്റെ മുഖം, ഞാനാണ് അള്ളാഹുവിന്റെ പാർശ്വം, ഞാനാണ് ആദിമൻ, ഞാനാണ് അന്തിമൻ, ഞാനാണ് പ്രത്യക്ഷനായവൻ, ഞാനാണ് പരോക്ഷനായവൻ എന്നൊക്കെയാണ് ഇമാമിനെ കുറിച്ച് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്ന സംഗതികളുടെ നേർവിപരീതം നിങ്ങൾ നോക്കൂ. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? 57-ാം അധ്യായം സൂറത്തുൽ ഹദീദ് അതിന്റെ 3-ാമത്തെ വചനത്തിൽ കാണാം, ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അതേ, സർവലോക സൃഷ്ടാവായ അല്ലാഹു ആകുന്നു. ഹുവൽ അവ്വൽ, അവനാണ് ആദിമൻ, വൽ ആഖിർ, അവനാണ് അന്തിമൻ, വല്ലാഹിറു, പ്രത്യക്ഷനായവൻ, വൽ ബാത്തിനു, പരോക്ഷമായവനും, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാം അറിയുന്ന സകല ജ്ഞാനങ്ങളുമുള്ളവനാകുന്നു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഇമാമുകൾക്ക് ചാർത്തി കൊടുത്തിരിക്കുകയാണ് ഷിയാക്കൾ. അപ്പോ തീർച്ചയായും കഠിനമായിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, വിശ്വാസങ്ങളാണ് അവർക്കുള്ളത് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. ബിഹാറുൽ അൻവാറിൽ കാണാം, അൻ ജഅഫറിൻ അന്നഹു ഖാൽ, അതായത് ജഅഫർ സാദിഖ് എന്ന് പറയുന്ന ഇമാം പറഞ്ഞു. എന്താ പറയുന്നത്? നഹ്നു വജ്ഹുല്ലാ, ഞങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹാണ്. നഹ്നു വജ്ഹുല്ലാഹില്ലദീ ലാ യുഹ്ലക്, നശിക്കപ്പെടാത്ത അള്ളാഹുവിന്റെ മുഖമാകുന്നു ഞങ്ങൾ എന്നാണ്. അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആരാ മരിക്കാത്തത്? കുല്ലു ഷൈൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു, സൂറത്തുൽ ഖസസ് 88-ാമത്തെ വചനം. അള്ളാഹു കുല്ലു ഷൈൻ ഹാലിക്, എല്ലാം നശിക്കും, ഇല്ലാ വജ്ഹഹു, അള്ളാഹുവിന്റെ വദനമല്ലാതെ. അപ്പോ അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഇമാമുകൾക്ക് ചേർത്തി കൊടുത്തിരിക്കുക. പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, 42-ാം അധ്യായം 11-ാമത്തെ സൂക്തം. അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും സിഫത്തുകളോ കാര്യങ്ങളൊന്നും മറ്റുള്ള ആളുകളിലേക്കോ അവരെത്ര മഹാന്മാരാണെങ്കിലും ശരി അവരിലേക്ക് ചാർത്താൻ വേണ്ടി പാടുള്ളതല്ല. അങ്ങനെ ചാർത്തി കഴിഞ്ഞാൽ അവിടെ കുഫ്ർ സംഭവിക്കും. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഇവര് ഈ ഇമാമുമാരെ സംബന്ധിച്ച് അവര് അദൃശ്യജ്ഞാനം അറിയും എന്നുള്ളതാണ്, ഗൈബ് അറിയുമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളത്. അൽ കാഫി ഫിൽ ഉസൂലി വൽ ഫുറൂഅ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ബാബുൻ അന്നൽ അഇമ്മത യഅലമൂന ഇൽമ മാ കാന വമാ യകൂൻ. എന്താ പറയുന്നത്? നിശ്ചയം അഇമ്മത്ത്, ഇമാമുമാർ, 12 ഇമാമുമാരുണ്ട്. അലി റളിയല്ലാഹു അൻഹു മുതൽ ഹസൻ, ഹുസൈന് തുടങ്ങിയിട്ടുള്ള ഈ 12 ഇമാമുമാരെന്ത് ചെയ്യും? അന്നൽ അഇമ്മത യഅലമൂന ഇൽമ, ആ അയിമ്മത്ത് അവർക്ക് ഇൽമ ഉണ്ട്. മാ കാന, എന്തൊക്കെ ഇൽമായിട്ടുണ്ടായിരുന്നോ, വമാ യകൂൻ, എന്തൊക്കെ ഇൽമായിട്ടുണ്ടാകുമോ അതെല്ലാം അവർക്കറിയുമെന്നാണ്. വഅന്നഹു ലാ യഖ്ഫാ അലൈഹിം ഷൈഉൻ സലവാത്തുല്ലാഹി അലൈഹിം. കണ്ട, അവരുടെ പേര് പറയുമ്പോൾ സലവാത്തുല്ലാഹി അലൈഹിം എന്നാ പറയുന്നത്.
അമ്പിയാക്കളെ കുറിച്ച് പറയുന്നത് പോലെ. അതായത് അവർക്കൊന്നും തന്നെ പിന്നെ രഹസ്യമാക്കപ്പെടുകയില്ല, എല്ലാ കാര്യവും അവർക്കറിയുന്ന. നഊദു ബില്ലാ. അള്ളാഹുവിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാകുന്നു അള്ളാഹു എന്ന്. ആ സിഫത്ത് അല്ലെങ്കിൽ ആ അള്ളാഹുവിൻ്റെ പ്രത്യേകത ഇവിടെ ഇവരുടെ അയിമ്മത്തുകൾക്കുണ്ടെന്നാ പറയുന്നത്. ഇൽമായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നോ, മാ കാന വമായകൂനു, ഉണ്ടായിരുന്നതും ഉണ്ടാകാൻ പോകുന്നതും ഉള്ളതും ഒക്കെ അവർക്കറിയാം. വഅന്നഹു ലാ യഖ്ഫാ അലൈഹിം ഷൈഉൻ, ഒന്നും അവർക്ക് രഹസ്യമാക്കപ്പെടുകയില്ല. ഇതൊക്കെയാണ് അവരുടെ വിശ്വാസം. ഇത് അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതാണ് എന്ന് മനസ്സിലാക്കുക. കുലൈനി എന്ന് പറയുന്ന പണ്ഡിതൻ വീണ്ടും എഴുതുന്നുണ്ട്, അന്നൽ അഇമ്മത യഅലമൂന മതാ യമൂതൂൻ, അവരുടെ ഇമാമുമാര് അറിയും. എന്തറിയും? യഅലമൂന മതാ യമൂതൂന, അവരെപ്പോഴാണ് മരണപ്പെടുക എന്നറിയും. വഅന്നഹും ലാ യമൂതൂന ഇല്ലാ ബിഇഖ്തിയാരിഹിം. അപ്പോൾ എന്തൊക്കെയാ പറയുന്നത്? അവരെപ്പോഴാണ് മരണപ്പെടുക എന്നറിയും. മാത്രമല്ല അവരുടെ മരണം അവരുടെ ഇഷ്ടാനുസരണമായിരിക്കും. അവർക്ക് തോന്നാണ് ഇപ്പം മരിക്കണം, അപ്പം മരിക്കും. ഇപ്പം മരിക്കണ്ടെന്ന് തോന്നുന്നു, എന്നാൽ മരിക്കൂല. അന്നഹും ലാ യമൂതൂന ഇല്ലാ ബിഇഖ്തിയാരിഹിം. ഇത് അവരുടെ ഈ ഷിയാക്കളിലെ പണ്ഡിതനായിട്ടുള്ള കുലൈനി എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിട്ടുള്ള അൽ കാഫി ഫിൽ ഉസൂലി വൽ ഫുറൂ എന്ന് പറഞ്ഞ അവരുടെ ഈ ഷിയാക്കളുടെ ഏറ്റവും വലിയൊരു അവലംബിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. അതിനകത്താണ് എഴുതിയിട്ടുള്ളത് എപ്പോഴാണ് മരിക്കുക എന്നറിയും. സുബ്ഹാനല്ലാഹ്, മുത്ത് നബിക്ക് പോലും എപ്പോഴാണ് മരിക്കുക എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. സൂറത്തുൽ ലുഖ്മാൻ 31-ാം അധ്യായം 34-ാമത്തെ വചനം. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, ഒരു നഫ്സിനും നാളെ എന്താണ് സമ്പാദിക്കുക എന്നറിയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, ഒരു നഫ്സിനും ഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് മരണം സംഭവിക്കുക എന്ന് ഒരാൾക്കും അറിയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. പക്ഷേ ഇവരുടെ ഈ ഇമാമമാർ, ഷിയാക്കളുടെ ഇമാമമാർ എപ്പോഴാണ് മരിക്കാന്നറിയും. മരണം അവരുടെ ചോയ്സ് അനുസരിച്ചാകുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, മറ്റൊരു ബാബുൻ അന്നൽ അയിമ്മത യഅലമുന ജമീഅ അൽ ഉലൂമി, മുഴുവൻ വിജ്ഞാനങ്ങളും ഈ അയിമ്മത്തിനറിയാം. അല്ലത്തി ഖറജത്ത് ഇലൽ മലായികത്തി വൽ അംബിയായി വറുസുൽ, മലായിക്കത്തുകൾക്കും അമ്പിയാക്കൾക്കും റുസുലുകൾക്കും ഒക്കെ കിട്ടിയിട്ടുള്ള മുഴുവൻ ഇൽമും തങ്ങൾക്കറിയാം, ആ ഇമാമുമാർക്കറിയാം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇവര് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആ ആയിഷ റളിയല്ലാഹു തആല അൻഹയൊക്കെ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ഇവിടെ ഈ ഇമാമമാര് ഗൈബ് അറിയുമെന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഫിറഖുൻ മുആസിറ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താണ്, വയസ്അമൂന അന്നൽ അഇമ്മത യഅലമൂനൽ ഗൈബ വലാ യമൂതൂന ഇല്ലാ ബിഖ്തിയാരിഹിം. അതായത് ഇവര്, ഈ ഷിയാ വിഭാഗം എന്ന് പറയുന്ന ടീം, അവര് ഗൈബ് അറിയും, അവരുടെ അയിമ്മത്തുകൾ ഗൈബ് അറിയും, അദൃശ്യം അറിയും. വലാ യമൂതൂന ഇല്ലാ ബിഖ്തിയാരിഹിം, അവരുടെ ഇഷ്ടപ്രകാരം അവർ തിരഞ്ഞെടുക്കാണ് എപ്പോഴാണ് മരണം വേണ്ടത് എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെ ഗൈബ് അറിയും, അദൃശ്യം അറിയും, മറഞ്ഞ കാര്യം അറിയും എന്നുള്ള ഒരുപാട് എഴുതുന്നുണ്ട്. അനബി അബ്ദുല്ലാ അലൈഹിസ്സലാം അന്നഹു ഖാൽ ഇന്നി ലഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വഅലമു മാ ഫിൽ ജന്നതി വമാ ഫിൻ നാരി വഅലമു മാ കാന വമാ യകൂൻ. കുലൈനി എഴുതാണ്. കുലൈനി എന്ന് പറയുന്ന ഷിയാ പണ്ഡിതൻ എന്താ എഴുതുന്നത്? അബു അബ്ദുല്ലാ അലൈഹിസ്സലാം പറഞ്ഞു, എന്താ പറയുന്നത്? ഇന്നി അഅലമു മാ ഫിസ് സമാവാതി മാ ഫിൽ അർള്,
ആകാശലോകങ്ങളില് അതുപോലെ ഭൂമിയിലുള്ളതൊക്കെ ഞാൻ ഏറ്റവും അറിയുന്നവനാണ്. വഅലമു മാ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ളതെല്ലാം ഏറ്റവും നന്നായി അറിയുന്നവനാണ്. വമാ ഫിന്നാർ, നരകത്തിലുള്ളതും അറിയും. വഅലമു മാ കാന വമാ യകൂൻ, നടന്നതും നടക്കാനിരിക്കുന്നതും ഒക്കെ ഞാൻ അറിയും. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. സൂറത്തുൽ ജിന്ന് 72-ാം അധ്യായത്തിലെ 26, 27 സൂക്തങ്ങള് എന്താ പഠിപ്പിക്കുന്നത്? അല്ലാഹു തആലയാകുന്നു ആലിമുൽ ഗൈബ്, അദൃശ്യം അറിയുന്നവൻ അല്ലാഹു ആകുന്നു. അത് ഒരാൾക്കും അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയില്ല. ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ, റസൂലുകളിൽ നിന്ന് അല്ലാഹു തആല തൃപ്തിപ്പെട്ടവർക്കൊഴികെ. വിശുദ്ധ ഖുർആൻ 27-ാം അധ്യായം 65-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. നബിയെ പറയുക, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അദൃശ്യജ്ഞാനം അറിയില്ല. ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രമേ ഗൈബ് അറിയൂ, അദൃശ്യകാര്യം അറിയൂ. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്കറിയില്ല. സഹോദരങ്ങളെ, ഇനി നമ്മൾ മറ്റൊരു സംഗതി പറയുകയാണ്. അതായത് ഇവരുടെ ഇമാമുമാരുടെ ഒരു ഇസ്മത്ത് അവർ വിശ്വസിക്കുകയാണ്. പാപ സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കാൻ, അവർക്ക് തെറ്റോ കുറ്റോ ഒന്നും സംഭവിക്കുകയില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. ഉസൂലുൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, അൻ അബി അബ്ദുള്ള അലൈഹിസ്സലാം മാജാ ബിഹി അലിയുൻ ആഹിദും ബിഹി വമാ നഹാ അൻഹു ഇൻതഹാ അൻഹു. അലി റളിയല്ലാഹു അൻഹു എന്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നോ, അവർ അലൈഹിസ്സലാം എന്നാ പറയട്ടോ, ഞാൻ അലി റളിയല്ലാഹു അൻഹു എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം അലി റളിയല്ലാഹു എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക, എന്ത് വിരോധിച്ചുവോ അത് നിങ്ങൾ വെടിയുകയും ചെയ്യുക. ഇത് ഉസൂലുൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രമാത്രം അലി റളിയല്ലാഹു അൻഹുവിനെ, അദ്ദേഹത്തിൽ നിന്ന് സംഭവിക്കുന്നത് മുഴുവൻ അപ്പടി സ്വീകരിക്കണം. നബിയെപ്പോലെ, നബിനെ കുറിച്ചാണല്ലോ സൂറത്തുൽ ഹശ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇതേ സംഭവം. അപ്പോൾ അങ്ങനെ ആവർത്തിക്കുകയാണ്. എന്നിട്ട് വീണ്ടും കുലൈനി എഴുതുകയാണ്. കുലൈനി എഴുതുന്നത് എന്താ? അന്ന ജഅഫർ സാദിഖ് ഖാൽ നഹ്നു ഖസാനു ഇൽമില്ലാ വനഹ്നു തറാജമതി അംരില്ലാ നഹ്നു ഖൗമും മഅസൂമൂൻ. നഹ്നു ഖൗമും മഅസൂമൂൻ, അതാണ് നമ്മുടെ വിഷയം. അതായത് ഈ അയിമ്മത്തുകൾ, ഷിയാക്കളുടെ ഇമാമുമാരവര് മഅസൂമീങ്ങളായിട്ടുള്ള ആളുകളാകുന്നു. അമറല്ലാഹു ബിത്വാഅത്തിനാ വനഹാ അൻ മഅസിയത്തിനാ, മുഴുവൻ ജനങ്ങളോടും അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട് ബിത്വാഅത്തിനാ, ഞങ്ങൾക്ക് നന്മ ചെയ്യണം, ഞങ്ങൾ അനുസരിക്കണം. വനഹാ അൻ മഅസിയത്തിനാ, ഞങ്ങളോട് ധിക്കാരം കാണിക്കുന്നത് അല്ലാഹു വിരോധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു വിരോധിച്ചിട്ടുണ്ട്. ഇത് കുലൈനി എഴുതുന്ന സംഭവമാണ്. ജഅഫർ സാദിഖ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ വകാലത്തിൽ യഹൂദു വൻ നസ്വാറ നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു, 5-ാം അധ്യായത്തിലെ 18-ാമത്തെ സൂക്തം എന്താ പറയുന്നത്? ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, ഇഷ്ടക്കാരാണെന്ന് പറഞ്ഞു. എന്നതുപോലെയാണ് ഇവിടെ ഷിയാക്കള് ഞങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മഅസൂമീങ്ങളാണ്, ഞങ്ങൾ അനുസരിക്കണം, ഞങ്ങൾക്ക് നന്മ ചെയ്യണം, ഞങ്ങൾക്ക് എതിര് നിൽക്കാൻ വേണ്ടി പാടില്ല, അതൊക്കെ അല്ലാഹു തആല വിരോധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ബാബു മാ നസ്സല്ലാഹു അസ്സ വജല്ല വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ അഇമ്മത്തി വാഹിദൻ ഫവാഹിദ. അതായത് അല്ലാഹു തആലയും റസൂലുള്ളയും ഈ ഇമാമുമാരെ ക്രമപ്രകാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ഷിയാക്കൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഷിയാക്കളുടെ ഇസ്ലാമിക വിരുദ്ധത എന്താ? നമ്മളിപ്പോൾ ഇസ്ലാം കാര്യം 5 ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാ? ഷഹാദത്ത്, നമസ്കാരം, അതുപോലെ തന്നെ സകാത്ത്, നോമ്പ്, ഹജ്ജ്. എന്നാൽ ഷിയാക്കളുടെയോ
വഅൻ സുറാറത അൻ അബി ജഅഫർ ഖാൽ ബുനിയൽ ഇസ്ലാമു അലാ ഖംസതി അഷിയാ. 5 കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അലസ്വലാ വസ്സകാത്ത് വൽ ഹജ്ജ് വസ്സൗം. നമസ്കാരം, സകാത്ത്, ഹജ്ജ്, സൗം, നോമ്പ്. വൽ വിലായ, 5-മത്തത് എന്താണ്? വിലായത്ത്. അതായത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അതുപോലെ ഈ ഇമാമുമാരുടെ വിലായത്ത്, അത് ഇസ്ലാം കാര്യത്തിൽ 5-മത്തേതാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. എന്നിട്ട് കാല സുറാറ ചോദിക്കാണ്, അബൂ ജാഫറിനോട് ചോദിക്കുക, അബൂ ജാഫർ സാദിഖ് എന്ന് പറയുന്ന ഇമാമിനോട് ചോദിക്കുക, ഖുൽതു വഅയ്യു ഷൈഇൻ മിൻ ദാലിക അഫ്ളൽ. ഈ 5 ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അഫ്ളലായ പുണ്യകരമായ കാര്യം ഏതാണ്? ഫഖാല അൽ വിലായത്തു അഫ്ളൽ. നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഇതിലൊക്കെ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്താ? അൽ വിലായത്തു, വിലായത്താകുന്നു. കാരണം ഈ ഇമാമുമാരുടെയൊക്കെ വിലായത്ത് അംഗീകരിക്കണം. ലിഅന്നഹാ മിഫ്താഹുഹുന്ന, അതാണ് മറ്റുള്ളവയുടെയൊക്കെ താക്കോൽ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ ഇമാമുമാരെ അനുസരിക്കല് ഫറളാണ് എന്നുള്ളതാണ്. ഈ ഇമാമുമാരെ അനുസരിക്കൽ ഫറളാണ്. അത് ഉസൂലുൽ കാഫിയിൽ എഴുതാൻ എന്താ പറയുന്നത് അറിയങ്ങള്? അൻ അബിസ്സബാഹ് ഖാല അഷ്ഹദു അന്നി സമീഅതു അബാ അബ്ദുല്ലാ അലൈഹിസ്സലാം. അബുസ്സബാഹ് പറയാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, തീർച്ചയായും ഞാൻ അബൂ അബ്ദുല്ലാ അലൈഹിസ്സലാമിനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്, അഷ്ഹദു അന്ന അലിയൻ, തീർച്ചയായും അലി ഇമാമുൻ, ഇമാമാകുന്നു. ഫറളല്ലാഹു ത്വഅതഹു, അലിയെ അംഗീകരിക്കലും അനുസരിക്കലും ഫറളാണ്. വഅന്നൽ ഹസന ഇമാമുൻ ഫറളല്ലാഹു ത്വഅതഹു, ഫറളല്ലാഹു ത്വഅതഹു, ഹസൻ ഇമാമാണ്, അദ്ദേഹത്തെയും അനുസരിക്കല് ഫറളാണ്. വഅന്നൽ ഹുസൈന ഇമാമുൻ ഫറളല്ലാഹു ത്വഅതഹു, അതിനുശേഷം ഹുസൈൻ അദ്ദേഹം ഇമാമാണ്, അദ്ദേഹത്തെയും അനുസരിക്കൽ ഫറളാണ്. വഅന്ന അലി ഇബ്നുൽ ഹുസൈൻ, പിന്നെ അലി ഇബ്നുൽ ഹുസൈൻ ഇമാമാണ്, ഫറളല്ലാഹു ത്വഅതഹു. വഅന്ന മുഹമ്മദ് ഇബ്നു അലി ഇമാം ഫറളല്ലാഹു ത്വഅതഹു, അദ്ദേഹത്തെയും, അതായത് മുഹമ്മദ് ഇബ്നു അലി അദ്ദേഹം ഇമാമാണ്, അദ്ദേഹത്തെയും അനുസരിക്കല് ഫറളാണെന്ന. അപ്പോൾ ഈ ഇമാമിയങ്ങളൊക്കെ അനുസരിക്കൽ ഫറളാണ് എന്നാണ്, നിർബന്ധമാണ് എന്നാണ് ഉസൂലുൽ കാഫി എന്നുള്ള ഗ്രന്ഥത്തിൽ കിതാബുൽ ഹുജ്ജ എന്ന് പറയുന്ന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഖുർആനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഖുർആനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഖുർആനിൻ്റെ ആ ക്രമീകരണവും ക്രോഡീകരണമൊക്കെ അലി റളിയല്ലാഹു തആല അൻഹു മാത്രമാണ് നടത്തിയിട്ടുള്ളത്, മറ്റാരും നടത്തിയിട്ടില്ല. ആരെങ്കിലും അങ്ങനെ വാദിക്കുന്നുവെങ്കിൽ അവന് കദ്ദാബ്, പെരും നുണയനാകുന്നു എന്നാണ്. ഉസൂലുൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, അൻ ജാബിരിൽ ജുഅഫി ഖാല സമീഅതു അബാ ജഅഫർ അലൈഹിസ്സലാം യഖൂൽ മദ്ദഅ അഹദും മിനൻ നാസി അന്നഹു ജമഅൽ ഖുർആന കുല്ലഹു കമാ ഉൻസില ഇല്ലാ കദ്ദാബ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുപോലെ മുഴുവനായിട്ട് അത് ക്രോഡീകരിച്ചു എന്ന് ജനങ്ങളിൽ ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഇല്ലാ കദ്ദാബ്, അവൻ കളവ് പറയുന്നവനാണ്, പെരും കള്ളനാണെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, വമാ ജമഅഹു വഹഫിളഹു കമാ ഉൻസില ഇല്ലാ അലി ഇബ്നു അബീ ത്വാലിബ് വൽ അഇമ്മത്തു ബഅദഹു. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുപോലെ അത് ക്രോഡീകരിച്ച്, അത് ക്രോഡീകരിച്ച് സംരക്ഷിച്ചു വന്നത് അലി റളിയല്ലാഹു അൻഹു ആകുന്നു, അദ്ദേഹത്തിൻ്റെ ശേഷമുള്ള അയിമ്മത്തുകളുമാകുന്നു. ഉസൂലുൽ കാഫിയിൽ എഴുതുകയാണ്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, തഫ്സീറുൽ ഖുമി എന്ന് പറയുന്ന തഫ്സീർ, ആ ഷിയാക്കളുടെ വലിയ ഒരു ഗ്രന്ഥമാണത്, തഫ്സീറാണ്, അവലംബിക്കുന്ന ഗ്രന്ഥമാണ്. അതിൽ പറയാൻ, അൻ അബീ ജഅഫർ റളിയല്ലാഹു അൻഹു ഖാൽ മാ അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ ജമഅൽ ഖുർആന ഇല്ലാ വസിയ്യു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ വസിയ്യായിട്ടുള്ള, അതായത് നബിക്ക് ശേഷം ഖലീഫ ആകേണ്ട ആള് എന്നുള്ള വസിയ്യ് അങ്ങനെ ആയിട്ടുള്ള അലി റളിയല്ലാഹു ആകുന്നു ഖുർആനിനെ ജംഅ ചെയ്തത് എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഷിയാക്കൾ പറയുന്നത് ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള ഈ ഖുർആൻ ഉണ്ടല്ലോ, അതല്ല, മറിച്ച് 17,000 ആയ എന്നാണ്. എന്ന് പറഞ്ഞാൽ 17,000 ആയത്തുകളുണ്ട് ഖുർആനിൽ എന്നാണ്.
അത് കുലൈനി എഴുതുകയാണ്. കിതാബു ഫളിൽ ഖുർആൻ എന്ന് പറയുന്ന ഭാഗത്ത് എഴുതുകയാണ്. എന്താ പറയുന്നത്? അനബി അബ്ദുല്ലാ ജഅഫർ സാദിഖ് അന്നഹു ഖാൽ ഇന്നൽ ഖുർആൻ അല്ലദീ ജാ ബിഹി ജിബ്രീൽ റളിയല്ലാഹു അൻഹു ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിക്ക് കൊണ്ടുവന്നിട്ടുള്ള ആ ഖുർആൻ ഉണ്ടല്ലോ, സബ്അത അശറ അൽഫ് ആയ, 17,000 ആയത്ത് അതിനകത്തുണ്ട്. ഈ കുലൈനിയുടെ ഉസൂൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 634 പേജിലാണതുള്ളത്. 17,000 ആയത്തുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഖുർആനിൽ ഇപ്പോൾ 6,000 ചില്ലാനം ആയത്തുകളാണല്ലോ. അപ്പോൾ 7,000 ആയത്ത് പോലും ഇല്ല, എന്നിട്ടാണ് 17,000 ആയത്തുണ്ട് എന്ന് പറയുന്നത്. നഊദു ബില്ലാഹ്. അപ്പോൾ ഖുർആനിൽ ഇവർ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ, ഏറ്റക്കുറവുകൾ, മാറ്റിമറിക്കലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ടീമാണ് ഈ ഷിയാക്കൾ എന്ന് മനസ്സിലാക്കുക. അൻ അബി ജാഫർ മറ്റൊരു സംഭവം പറയാം. നസലൽ ഖുർആനു അർബഅതു അർബഅ റുബുഉൻ ഫീനാ വറുബുഉൻ ഫീ അദുഫിനാ വറുബുഉൻ സുനൻ വ അംസാൽ വറുബുഉ ഫറാഇൽ വ അഹ്കാം. ഖുർആൻ എന്ന് പറയുന്നത് 4 റുബുഅകളാണ്. ഒരു റുബു ഫീന ഞങ്ങളെക്കുറിച്ചാണ്, ഈ അയിമത്തിനെ കുറിച്ചാണ്. വറുബുഉൻ ഫീ അദുഫിന, പിന്നെ ഒരു റുബു ഉള്ളത് ശത്രുക്കളെ കുറിച്ചാണ്, നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ കുറിച്ചാണ്. സഹാബികളോട് ഇവർക്ക് കടുത്ത ശത്രുതയാണുള്ളത്. വറുബുഉൻ സുനനുൻ വ അംസാൽ വറുബുഉൻ ഫറാഇൽ വ അഹ്കാം. സുനനുകൾ, അംസാലുകൾ, അതുപോലെ തന്നെ ഫറാഇൽ അഹ്കാം പോലുള്ള കാര്യങ്ങളാണ് പിന്നെ എന്ന് പറയാൻ. സഹോദരങ്ങളെ, ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വളരെ ഗുരുതരമായിട്ടുള്ള വിശ്വാസങ്ങളാണ് അവർക്കുള്ളത് എന്ന് മാത്രമല്ല, ഈ അൽ മൗസൂഅത്തുൽ മുയസ്സറ ഫിൽ അദിയാനി വൽ മദാഹിബിൽ വൽ അഹ്സാബിൽ മുആസിറ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത്, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത്, അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ആയത്ത് ഇതിൽ പറയാണ്, വമിൻ ദാലിക ഇദ്ദിആഹും ഫീ സൂറത്തിൽ ഇൻഷിറാഹി നഖ്സു ഇബാറത്തിൻ. അവരുടെ വാദത്തിൽ പെട്ടതാണ് സൂറത്തുൽ ഇൻഷിറാഹ് അഥവാ അലം നശ്റഹ് ലക സുദ്റക് എന്നുള്ള സൂറത്തിൽ നഖ്സു ഇബാറത്തിൻ, ഒരു ഇബാറത്ത് പിന്നെ കുറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇബാറത്ത്? വജഅൽനാ അലിയൻ സിഹ്റക്, വജഅൽനാ അലിയൻ സിഹ്റക് എന്നുള്ള ആയത്ത് അതിൽ കമ്മിയായിട്ടുണ്ട് എന്ന് ഷിയാക്കളുടെ വിശ്വാസമാണ്, അവരുടെ വാദമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, ഖുർആനിന് അവർ ലാഹിറും ബാത്തിനുമായിട്ടുള്ള അർത്ഥമുണ്ടെന്നും ഈ ബാത്തിനായിട്ടുള്ള അർത്ഥം അവരുടെ അയിമ്മത്തുകൾക്ക് മാത്രമാണ് അറിയുക എന്നും ആ അയിമ്മത്തുകളുടെ അടുത്ത് നിന്ന് ആ അറിവുകൾ പിന്നെ സ്വീകരിക്കുന്നവനാണ് ശരിയായ നല്ല മനുഷ്യരെന്നും അവർ പറയാൻ. അത് തഫ്സീർ പിന്നെ അവരുടെ ഗ്രന്ഥത്തിൽ തഫ്സീറുകൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തു നഹ്ൽ അതിലൊരായത്താണ് വഅലാമാത്തിൻ വബിൻ നജ്മിഹും യഹ്തദൂൻ. വഅലാമാത്ത് അടയാളങ്ങൾ, വഴിയുടെ അടയാളങ്ങൾ, വബിൻ നജ്മി അതുപോലെ നക്ഷത്രങ്ങൾ, ഹും യഹ്തദൂൻ നക്ഷത്രങ്ങൾ നോക്കിയിട്ട് പിന്നെ സഞ്ചരിക്കുന്ന ആളുകൾ ഉണ്ടെന്നാ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവരെന്താ പറയുന്നത്? ബി അന്നൻ നജ്മ ഹുവ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ റസൂലുള്ളയാണ്. ബി അന്നൽ അലാമാത്ത് ഹും അൽ അയിമ്മ. അലാമാത്ത് എന്ന് പറഞ്ഞാൽ അയിമ്മത്തുകളാകുന്നു. അതുപോലെ അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അലീം, അമ്മ യതസാഅലൂൻ എന്നുള്ളതിലെ അതുപോലെ അനിൻ നബഇൽ അലീം, നബ ആ വാർത്ത വൃത്താന്തം എന്ന് പറഞ്ഞാൽ അൻ നബഉൽ അലീം ഹുവ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ആകുന്നു വലിയ വൃത്താന്തം. അതുപോലെ തന്നെ അവരുടെ തഫ്സീർ എന്ന് പറയുന്നത്, അവരുടെ ഖുർആൻ വ്യാഖ്യാനം, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിം, അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ അവർ ഉദ്ദേശിക്കുന്നു എന്നുള്ള ആയത്തുണ്ടല്ലോ. അതെന്താണ്? ഐ വിലായത്തു അലി റളിയല്ലാഹു അൻഹു. ആ ആയത്തിന്റെ ഉദ്ദേശം അലിയുടെ വിലായത്ത് അത് ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്നു എന്നാകുന്നു. തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബിന്റെ 2 കൈകളും നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ, യദാ അബീ ലഹബ് എന്ന് പറഞ്ഞാൽ ഹുമാ അബൂബക്കർ വ ഉമർ, 2 കൈകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അബൂബക്കറും ഒന്ന് ഉമറുമാകുന്നു റളിയല്ലാഹു അൻഹുമാ. അവര് നശിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത് എന്നാ പറയുന്നത്. അതുപോലെ ഖുർആൻ സൂറത്തു തൗബയിൽ കാണാം,
ഫഖാതിലു അയിമ്മത്തൽ കുഫർ എന്നുള്ള ആയത്ത്. അങ്ങനെ പറഞ്ഞ ബിതുൽഹ വ സുബൈർ, അയിമ്മത്തുൽ കുഫർ, കുഫറിന്റെ അയിമ്മത്തിനോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന ഒരു ആയത്തിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ? തൊൽഹയും സുബൈറുമാകുന്നു. അവരോട് യുദ്ധം ചെയ്യണം, അവര് കുഫറിന്റെ അയിമ്മത്ത് ആകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അല്ലാഹു തആല നിങ്ങളോട് പശുവിനെ അറുക്കാൻ വേണ്ടി പറയുന്നു. ആരാണ് പശു? അവരുടെ തഫ്സീറിൽ പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹയെ അറുക്കണം എന്നാണ്. അതെന്താ? ആയിഷ റളിയല്ലാഹു അൻഹയാണ് അലി റളിയല്ലാഹു അൻഹുവിനുള്ള ഈ വിലായത്ത്, ഖിലാഫത്ത് അതൊക്കെ പിന്നെ മുടക്കിയത് എന്നുള്ളതാണ് ഇവരുടെ ഒരു വാദം. അതുകൊണ്ട് ആയിഷയെ അറുക്കണം എന്നാണ് ഈ ആയത്തിന്റെ താല്പര്യം എന്നാണ് അവർ പറയുന്നത്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ഇപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട ഇങ്ങനെ വളരെ വികലമായ ഒരുപാട് ഖുർആനിൽ മാറ്റത്തിരുത്തൽ വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ കുഫറാകും. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, സ്വഹാബത്തിനെ കുറിച്ച് ഞാൻ പെട്ടെന്ന് പറയാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വഹാബികളെ കുറിച്ച് പറയുന്നത്, സ്വഹാബികൾ 3 സ്വഹാബികളല്ലാത്തവർ മുഴുവനും മുർത്തദ്ദായിട്ടുണ്ട് എന്ന ഷിയാക്കളുടെ വിശ്വാസം. അത് അവരുടെ ഗ്രന്ഥത്തിൽ കുലൈനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ ജഅഫർ അലൈഹിസ്സലാം കാനന്നാസു അഹ്ലു റിദ്ദത്തിൻ ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ സലാസ, നബിയുടെ കാലശേഷം 3 ആളുകളല്ലാത്തവരെല്ലാം മുർത്തദ്ദായിട്ടുണ്ട്. അപ്പൊ ഫഖുൽതു, ഞാൻ ചോദിച്ചു, മനി സലാസ, ആരാണ് 3 ആളുകൾ? ഫഖാൽ അൽ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് വ അബൂ ദർറുൽ ഗിഫാരി വ സൽമാനുൽ ഫാരിസി. മിഖ്ദാദ് ഇബ്നുൽ അസ്വദും അബൂ ദർറുൽ ഗിഫാരിയും സൽമാനുൽ ഫാരിസിയും, ഈ 3 ആളുകൾ നല്ല ആളുകളാണ്, ബാക്കിയുള്ളവരൊക്കെ മുർത്തദ്ദുകളാകുന്നു. ഫുറൂഉൽ കാഫിയയിൽ കുലൈനി, കുലൈനിയുടെ ഫുറൂഉൽ കാഫില ഇതുള്ളത്. നഊദു ബില്ലാഹ്, സ്വഹാബത്തിന് മുർത്തദ്ദായി എന്നാ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ എന്താ പറയുന്നത്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ സൂറത്തു തൗബയില്. അപ്പോൾ സ്വഹാബികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ വിശുദ്ധ ഖുർആൻ പറയുന്ന ആ സ്വഹാബികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് അവർ മുർത്തദ്ദുകളാണ് എന്നുള്ളതാണ്. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ വഞ്ചന നടത്തിയെന്നാണ്. അതായത് ഇന്ന ആയിഷത ജമഅത്ത് 40 ദീനാറൻ മിൻ ഖിയാന, വഞ്ചനയിലൂടെ 40 ദീനാർ ആയിഷ റളിയല്ലാഹു അൻഹ ശേഖരിച്ചു. വഫറഖത്ഹ അലാ മുബ്ഗിളി അലി, എന്നിട്ടോ ആ 40 ദീനാർ അലി റളിയല്ലാഹു അൻഹുവിനോട് കോപമുള്ള ആളുകൾക്ക് വേണ്ടി കൊടുത്തു. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വഞ്ചകിയായിട്ട് ചിത്രീകരിക്കാൻ മറ്റൊരു ഗ്രന്ഥത്തിൽ ഇവിടെ രേഖപ്പെടുത്തുന്ന കാര്യങ്ങള്, ഇതിപ്പോ ഷിയാക്കളുടെ ഒരു നേതാവും പണ്ഡിതനുമായിട്ടുള്ള അൽ ഹാഫിളു ഷിഈ റജബുൽ ബുർസി എന്ന് പറയുന്ന ആള് മശാരിഖു അൻവാറുൽ യഖീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മറ്റൊന്ന് എഴുതുന്നത്, സുബ്ഹാനല്ലാഹ്, ഇതൊന്നും പറയാൻ കൊള്ളൂല, ആ രൂപത്തിലുള്ള വളരെ വൃത്തികെട്ട ആരോപണങ്ങളൊക്കെയാണ് ആ സ്വഹാബത്തിനെ കുറിച്ച് ഷിയാക്കളുടെ ഗ്രന്ഥത്തിലുള്ളത്. അതായത് ആയിഷ റളിയല്ലാഹു തആല അൻഹയും അലി റളിയല്ലാഹു അൻഹുവും ഒരു വിരിപ്പിൽ ഒന്നിച്ചൊരു പുതപ്പിന് കീഴെ ഉറങ്ങി. അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ വ അലി യനാമാനി ഫീ ഫിറാഷിൻ വാഹിദിൻ, ഒരു വിരിപ്പിൽ ഉറങ്ങി അലി റളിയല്ലാഹു അൻഹുവും ആയിഷ റളിയല്ലാഹു അൻഹയും. വലി ഹാഫിൻ വാഹിദ്, ഒരു പുതപ്പിൽ, ഒരു വിരിപ്പിൽ, പിന്നെ ഒരു വിരിപ്പിൽ കടന്നും ഒരു പുതപ്പ് പുതച്ച് അവർ 2 പേരും ഉറങ്ങിയെന്ന. ഇത് ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന ഷിയാ ഗ്രന്ഥത്തിലുള്ളതാ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ കടുത്ത ആരോപണങ്ങളാണ് സ്വഹാബാ കിറാമിനെ കുറിച്ചുള്ളത്. റളിയല്ലാഹു അൻഹും വറളു അൻ എന്ന് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ള ആ സ്വഹാബി വര്യന്മാരുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ സ്വഹാബാ കിറാം, സഹോദരങ്ങളെ, അവരെ കുറിച്ച്
ഇവർ വളരെ മോശമായിട്ടുള്ള വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻ സൂറത്തു തൗബ 100-ാമത്തെ വചനം. അങ്ങനെയുള്ള മഹാന്മാരെ കുറിച്ചാണ് ഷിയാക്കള് കഠിനമായ ആരോപണം. സുബ്ഹാനല്ലാഹ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ആരോപണം വളരെ വൃത്തികെട്ട ആരോപണമാണ്. അത് അൽ അൻവാറുൻ നുഅ്മാനിയ്യ എന്ന് പറയുന്ന ഷിയാക്കളുടെ ഗ്രന്ഥമുണ്ട്. അതിൻ്റെ രചയിതാവ് നിഅമത്തുല്ലാഹിൽ ജസാഇരി എന്ന ഷിയാ പണ്ഡിതനാണ്. അതിലെഴുതുന്നത് എന്താ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അദ്ദേഹത്തിൻ്റെ പിൻദ്വാരത്തിനൊരു രോഗമുണ്ട്. നഊദു ബില്ലാഹ്. ആ രോഗം എങ്ങനെയാ, അതിനുള്ള മരുന്നെന്താ? പുരുഷന്മാരുടെ ശുക്ലമാകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇവരുടെ വാദമാണത്. ഇവരെഴുതിയിരിക്കുകയാണ്, സഅമ ശിഅ അന്ന ഉമറ കാന മുസാബൻ ബിദാഇൻ ഫീ ദുബരിഹി ലാ യഹ്ദഉ ഇല്ലാ ബിമാഇർ റിജാൽ. ആ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. വളരെ വൃത്തികെട്ട രൂപത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉമറും ഫിൽ ജന്ന എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. ഇനി നിങ്ങൾ നോക്കൂ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും ആക്ഷേപിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആക്ഷേപിച്ചത് എന്താ? അദ്ദേഹം ഇദ്ദയിലിരിക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് സംയോഗത്തിലേർപ്പെട്ടു. എന്നിട്ടോ അങ്ങനെ ആ സ്ത്രീ പ്രസവിച്ചു. അങ്ങനെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ട്, ആ സ്ത്രീയെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചതായിട്ടുള്ള വാദങ്ങളുണ്ട്. മറ്റൊരു ഭാഗത്ത് പറയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഅന്നഹു കാന മുഖന്നസൻ, അദ്ദേഹം ഹിജടയായിരുന്നു എന്നാണ്. ഇതൊക്കെ നിഅമത്തുല്ലാഹിൽ ജസാഇരിയുടെ അൽ അൻവാറുൻ നുഅ്മാനിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ സ്വഹാബത്തിന് മൊത്തത്തിൽ വലിയ ആക്ഷേപമാണ് അവർ നടത്തുന്നത്. ഒരുപാട് സഹാബികൾ ചേർന്നിട്ട് ഗൂഢാലോചന നടത്തി അലി റളിയല്ലാഹു അൻഹുവിനെ ഖിലാഫത്തിൽ നിന്ന് അകറ്റി എന്നും, അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നും, അവരുടെ വീട് അഗ്നിക്കിരയാക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നും സ്വഹാബത്തിനെ കുറിച്ച് ഇവർ ആക്ഷേപം ഉന്നയിച്ചു. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാൻ ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കൂ, ഇവർക്ക് ബിദാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. ബിദാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആലാക്ക് അജ്ഞതയും അതുപോലെ തന്നെ മറവിയും ഉണ്ടാകും എന്നുള്ളതാണ്. എന്നിട്ട് മറവി ഉണ്ടായിട്ട് അല്ലാഹു തആലാക്ക് പിന്നെ കുറെ കഴിയുമ്പോഴാണ് ഓർമ്മ വരിക. അങ്ങനെ ഓർമ്മ വരുമ്പോൾ അത് ഇമാമുകളിലൂടെ പ്രഖ്യാപിക്കുമെന്ന് അതിനൊക്കെ ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ ഒരു മകനെ ഇമാമിയത്ത് നൽകാനുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. നഊദു ബില്ലാഹ്. അങ്ങനെ ബിദാ എന്നുള്ള വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് അജ്ഞതയും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് മറവിയും ഉണ്ടാകും എന്നുള്ള വിശ്വാസം, നഊദു ബില്ലാഹ്, കുഫർ. അതുപോലെ തന്നെ തുഖിയ എന്നുള്ള ഒരു അതായത് വ്യാജമായിട്ടുള്ള ഒരു വിശ്വാസം വ്യാജമായി കൊണ്ട് നടക്കുക, അതാണത്. അതുപോലെ മുത്അ എന്ന് പറഞ്ഞാൽ മുത്അ വിവാഹം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അൽ മൗസൂഅത്തുൽ മുയസ്സറ ഫിൽ അദിയാനി വൽ മദാഹിബ് വൽ അഹ്സാബിൽ മുആസിറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ മുത്അ എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് അവർ പറയുന്നത്, പ്രിയമുള്ളവരെ, എന്താണെന്നറിയോ? യറൗന ബി അന്ന മുത്അത്തൻ നിസായി ഖൈറുൽ ആദാത്ത്, ഏറ്റവും നല്ല സമ്പ്രദായമാണ് ഈ മുത്അ വിവാഹം. വ അഫ്ളലുൽ ഖുർബാത്ത്, ഏറ്റവും പുണ്യം കിട്ടുന്ന ഒരു സൽപ്രവൃത്തിയാണ് മുത്അ വിവാഹം എന്നാണ്. മുത്അ വിവാഹം എന്ന് പറഞ്ഞാൽ ദിവസം നിശ്ചയിച്ച് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക. അതായത് മുദ്ദത്തുൻ മഹ്ദൂദത്തുൻ, നിർണിതമായ ദിവസങ്ങൾ, ഇപ്പോൾ 1 മാസത്തിനോ 2 മാസത്തിനോ 3 മാസത്തിനൊക്കെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക, എന്നിട്ട് ഒഴിവാക്കുക. ഇത് പരിശുദ്ധ ഇസ്ലാം നിരോധിച്ച രീതിയാണ്. അത് ഷിയാക്കൾക്ക് ഏറ്റവും പുണ്യപ്രവർത്തനമാകുന്നു. അതിന് ഖുർആനിലെ ആയത്തൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അതിനെ ന്യായീകരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ഷിയാക്കളെ സംബന്ധിച്ച് അവരുടെ ഒരുപാട് വിശ്വാസങ്ങൾ സമ്പൂർണമായി ഇസ്ലാമിനെതിരാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും നബിയെക്കുറിച്ചും സ്വഹാബത്തിനെ കുറിച്ചും ഒക്കെ വളരെ മോശമായിട്ടുള്ള വിശ്വാസങ്ങൾ അവർക്കുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ ഇമാമുകളെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ ദർജയിലാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് കുഫറാണ്. അതുകൊണ്ടാണ്
സുബ്ബുൽ അദാബ് അലാമൻ സബ്ബൽ അസ്ഹാബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അബുൽ മആലി മുഹമ്മദ് ഷക്രി അൽ അലൂസി എന്ന് പറയുന്ന പണ്ഡിതന്റെ ഗ്രന്ഥമാണ്. അതിൽ പറയുന്നത് ഇന്ന കുഫ്റഹും അഷ്ഹർ മിൻ കുഫ്രി ഇബ്ലീസ്, ഇബ്ലീസിന്റെ കുഫറിനേക്കാൾ ഏറ്റവും പ്രസിദ്ധമാണ് ഷിയാക്കളുടെ കുഫർ എന്നാണ്. അത് വളരെ വാസ്തവമാണ്. അതുപോലെ തന്നെ ഉസൂലു മദ്ഹബി ഷിഅത്തിൽ ഇമാമിയ്യ അൽ ഇസ്നൈ അശരിയ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം നാസിർ ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന പണ്ഡിതന്റെ ഗ്രന്ഥമാണ്. അതിൽ പറയുന്നു യതബയ്യനു, ഷിയാക്കളുടെ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചിട്ട് പറയാം, യതബയ്യനു അന്ന കുല്ല റാഫിളിയിൻ ഖബീസുൻ യസീറു കാഫിറൻ ബിതക്ഫീരിഹി ലിസ്വഹാബിയിൻ വാഹിദ്. ഈ ഓരോ റാഫിലിയും വൃത്തികെട്ടവനാണ്, കാരണം അവന് സത്യനിഷേധിയായി മാറുന്നു. എന്തുകൊണ്ട്? ബിതക്ഫീരിഹി ലിസ്വഹാബിയിൻ വാഹിദ്, ഒരു സ്വഹാബിയെ കുറിച്ചുള്ള കുഫ്രിയത്ത് ആരോപിക്കുക, മുർത്തദാണെന്ന് പറഞ്ഞല്ലോ സ്വഹാബികള്, അങ്ങനെ ഒരു സ്വഹാബിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ അവനെന്തായി? സത്യനിഷേധിയായി മാറി. ഫകൈഫ ബിമൻ കഫറ കുല്ല സ്വഹാബ, അപ്പോ എന്തായിരിക്കും എല്ലാ സഹാബികളെ കുറിച്ചും, ഈ 3 സഹാബികൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ സഹാബികളെ കുറിച്ചും കുഫർ ആരോപിച്ചാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുകൊണ്ട് ഷിയാക്കൾ, ആ ഷിയാക്കളുടെ ഒട്ടേറെ ദുർമാർഗങ്ങൾ ഇന്ന് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതൊക്കെ സമൂഹം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പറയാനുള്ളത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഖുൽ ഹാദിഹി സബീലി, പറയുക പ്രവാചകരെ, ഇതാണ് എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, ഉൾക്കാഴ്ചയോടുകൂടെ ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും, വസുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധനാണ്. ഇവരാരോപിക്കുന്ന ഇവരുടെ വികലമായിട്ടുള്ള വിശ്വാസങ്ങളിൽ നിന്ന് അതിനൊക്കെ അല്ലാഹു മഹാപരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. അല്ലാഹു തആല സത്യം മുറുകെ പിടിച്ചുകൊണ്ട് ദുർമാർഗത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് അതിനെ ജനങ്ങൾക്ക് തുറന്നു കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.